സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് അങ്ങോട്ട് കത്ത് നൽകിയിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ MLA കഴിഞ്ഞ 3 ദിവസമായി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അങ്ങോട്ട് കത്ത് നൽകിയിരിക്കുന്നു എന്നാണോ? അദ്ദേഹത്തെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രി കൃത്യമായ അച്ചടക്കത്തെക്കുറിച്ചും ചില പുഴക്കുത്തുകൾ ഇപ്പോഴും ഈ പറയുന്ന സേനയ്ക്കുള്ളിലുണ്ട്, അവരെ വച്ചു പൊറുപ്പിക്കുന്ന നയമല്ല എന്ന് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് MR അജിത് കുമാർ തന്റെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരു വിടവാങ്ങൽ പ്രസംഗമാണോ എന്ന് പോലും തോന്നുമായിരുന്നു. താൻ സേനയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുന്നു, അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, മാഫിയ ബന്ധം, ലഹരി ബന്ധം, കൊലപാതകത്തിന് ശ്രമിച്ചു തുടങ്ങിയുള്ള ആരോപണങ്ങൾ അതെല്ലാം അന്വേഷിക്കണമെന്ന് താൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. എന്തായാലും MR അജിത് കുമാറിന് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത്ര ചെറുതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മാറ്റി നിർത്തുമെന്നുള്ള ധ്വനി കിട്ടിയതോടുകൂടി ഇത്തരത്തിലേക്ക് നിലപാട് മാറ്റിയതെന്ന് വേണം കരുതാൻ. സുജയ, പ്രവീണ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത്? അത് ഓരോ ചോദ്യവും അടുത്തത് എന്ന് പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചത് PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം നിലപാട് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മാറി നിന്ന് അന്വേഷണത്തെ നേരിടുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. തനിക്ക് ആകെ പറയാനുള്ളത് ഇത്ര മാത്രമാണെന്ന് പറഞ്ഞ് തിരികെ പോവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറി നിന്ന് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നത്. അപ്പോഴും ഒരക്ഷരമിണ്ടാതെ അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. അദ്ദേഹത്തെ കൂടി വേദിയിൽ ഇരുത്തിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രവീണ, നോക്കൂ, ഞാനിത് ചോദിക്കാനുള്ള കാരണം മാധ്യമങ്ങളോട് അധികം പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുമോ? കാരണം ഇപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി ഒരു സ്ട്രോങ് ആയുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. എന്നാൽ അവിടെ ആരോപണ വിധേയനായി നിൽക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സുജയ, നമുക്ക് അറിയാവുന്നതുപോലെ രാവിലെ DGP മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സേനയ്ക്കെതിരെ ഉയർന്ന കാര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയ അന്വേഷണം എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നിലവിൽ ഭരണപക്ഷ MLA ചില തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ ജനസമക്ഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കൂടി അത് അടിക്കാനുള്ള വടി ആകരുത് എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പെട്ടെന്നുള്ളൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ